Good morning all. Today we are going to discuss the sixth module of DCS 1, that is dealing with the design of staircase and column. Okay, first part നമ്മൾ staircase design ആയിരിക്കും, നെക്സ്റ്റിൽ കോളത്തിൻ്റെ ഡിസൈൻ ആയിരിക്കും. And we know that staircase എന്ന് പറയുന്നത് എന്താണ്? It's actually a structure or an element that's meant for vertical circulation. അല്ലേ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലോട്ടുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണെന്ത് staircase എന്ന് പറയുന്നത്, അല്ലേ. ആൻഡ് ദ ഡിസൈൻ കൺസിഡറേഷൻ അല്ലെങ്കിൽ IS 456-ൽ ഡിസൈനിന് വേണ്ടി നമ്മൾ റെഫർ ചെയ്യുന്നത് ക്ലോസ് 33 ആണ് സ്റ്റെയർകേസിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ദെൻ നമുക്ക് സ്റ്റെയർകേസിൻ്റെ വേരിയസ് കമ്പോണൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെയർകേസിൻ്റെ രണ്ട് പാർട്ടുകളാണ് ത്രെഡും റൈസറും. എന്താണ് ത്രെഡ് എന്ന് പറയുന്നത്? ദാറ്റ് ഒരു സ്റ്റെപ്പിന്, സ്റ്റെയർകേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, അല്ലേ. അതാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ബേസിക് കമ്പോണൻ്റാണ് ഒരു സ്റ്റെപ്പ്. ആ ഒരു സ്റ്റെപ്പിൽ രണ്ട് പാർട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന റൈസർ എന്ന് പറയുന്ന പാർട്ടും ഹൊറിസോണ്ടലായിട്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാലെടുത്ത് ചവിട്ടുന്ന ആ ഏരിയ, ദാറ്റ് ഇസ് ത്രെഡ്. അപ്പോൾ ത്രെഡ് ആൻഡ് റൈസർ എന്ന 2 കമ്പോണൻസ് ആണ് എന്ത് സ്റ്റെയർകേസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ത്രെഡിൽ നോക്കുകയാണെങ്കിൽ ത്രെഡ് ഇസ് എ ഹൊറിസോണ്ടൽ ടോപ്പ് പ്രൊജക്ഷൻ ഓഫ് എ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കാണുന്ന പാർട്ടിനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. ആൻഡ് ത്രെഡിൻ്റെ സൈസ് യൂഷ്വലി വിൽ ബി അഡോപ്റ്റിംഗ് എ സൈസ് ഓഫ് 300 mm. Similarly, rise എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓഫ് ദ സ്റ്റെയർ ആൻഡ് ഹാസ് ഗോട്ട് എ ഡയമെൻഷൻ ഓഫ് 150 mm. ഓക്കെ, ഈ ഒരു രണ്ട് ഡയമെൻഷൻ, ദാറ്റ് ഇസ് 300 mm ആൻഡ് 150 mm യൂഷ്വലി പബ്ലിക് ബിൽഡിങ്ങിനാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ സീരീസ് ഓഫ് സ്റ്റെപ്സ് കൂടുമ്പോഴാണ് നമുക്കൊരു ഫ്ലൈറ്റ് കിട്ടുക. ഓക്കെ, ദെൻ വിഡ്ത്ത് ഓഫ് സ്റ്റെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പാസേജിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഏരിയ, ആ ഒരു വിഡ്ത്തിനെയാണ് വിഡ്ത്ത് ഓഫ് സ്റ്റെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് യൂഷ്വലി 1.1 meter to 1.6 meter ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 850 mm. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റെപ്സിനെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ബോട്ടത്തിൽ കൊടുക്കുന്ന സ്ലാബിനെയാണ് വേസ്റ്റ് സ്ലാബ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പിന് സപ്പോർട്ട് ചെയ്ത് താഴെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റെയറിന് താഴെ പോയി മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്ലാബിനെയാണ് എന്ത് പറയുക? വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത്. ദെൻ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് നമ്മളെന്താ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഫ്ലൈറ്റിൽ നമ്പർ ഓഫ് റൈസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സിഡ് 12 in number. ഓക്കെ, റൈസർ നമ്മൾ ഹൈറ്റ് വെർട്ടിക്കലായിട്ട് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് എക്സിഡ് 12 in number. ദെൻ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയും. ആഫ്റ്റർ എ ഫ്ലൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ലാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അഗെയിൻ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫ്ലൈറ്റും അതിൻ്റെ ഇടയിൽ നിന്നുണ്ട് ഒരു ലാൻഡിങ്ങും കാണാൻ പറ്റും. ദെൻ ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത്. ആൻഡ് വേസ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ് ഇസ് ഡിനോട്ടഡ് ബൈ ദ സ്മോൾ ലെറ്റർ T. ദെൻ ഈ സ്റ്റെയർ കേസിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ തീറ്റ എന്നതിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വേസ്റ്റ് സ്ലാബിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഇസ് കോൾഡ് ദ സ്ലോപ്പ്. Then there is an accepted relationship between the thread and rise, where R denote rise and T denote the thread. Then 2R plus T is equal to 600 to 640 mm. Similarly, റൈസിൻ്റെയും ത്രെഡിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 40,000 to 42,000 meter square. ആൻഡ് സിമിലർലി ദ സ്ലോപ്പ് ഓഫ് ദ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 25 degree to 40 degree. ഇനി സ്റ്റെയർ കേസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് സ്റ്റെയർ സ്ലാബ് സ്പാനിങ് ഹൊറിസോണ്ടലി ഉണ്ട്, സ്റ്റെയർ സ്ലാബ് സ്പാനിങ് ലോജിറ്റ്യൂഡിനലി. ഇതാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സിമിലർലി ജോമെട്രിക്കൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ദെൻ റിഗാർഡിങ് ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ലോഡിലോട്ട് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ലോഡ്സ്, ഇതിന് മുന്നേ ഉള്ള ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് എന്താ പറയുക, ഡോഗ് ലെഗ് സ്റ്റെയർ എന്താണ്, അതുപോലെ തന്നെ ജോമെട്രിക്കൽ മറ്റൊരു ക്ലാസിഫിക്കേഷൻ സ്പൈറൽ സ്റ്റെയർ ഉണ്ട്, ഹെലിക്കൽ സ്റ്റെയർ, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് നോക്കിയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ നോട്ട് ഷെയർ ചെയ്യുന്നത് അത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്നുള്ള പാർട്ട് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് ലോഡ് എന്ന് പറയുമ്പം വിൽ ബി മെയിൻലി കൺസിഡറിങ് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്, അല്ലേ. ഇപ്പോൾ ഡെഡ് ലോഡിൽ വരുന്നത് അതിൻ്റെ മെയിൻ കമ്പോണൻ്റായ സ്റ്റെയറിൻ്റെ സ്ലാബ് ഉണ്ട്. ആ സ്റ്റെയർ സ്ലാബിൻ്റെ സെൽഫ് വെയ്റ്റ്, അതിൽ തന്നെ വെയ്റ്റ് ഓഫ് വേസ്റ്റ് സ്ലാബ് പെർ ഹൊറിസോണ്ടൽ ഏരിയ ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ W1 എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ വെയ്റ്റ് ഓഫ് ദ വേസ്റ്റ് സ്ലാബ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ. ദ ഇക്വേഷൻ ഫോർ that weight is W1 is equal to T into square root of R square plus T square by T square into 25, where T is the thickness of waste slab. അതുപോലെ തന്നെ ഡെഡ് ലോഡിൽ വരുന്ന മറ്റൊരു കമ്പോണൻറ്റ് വേസ്റ്റ് സ്ലാബിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന സ്റ്റെപ്പിൻ്റെ സെൽഫ് വെയ്റ്റിന് അല്ലെങ്കിൽ ദ വെയ്റ്റ് ഓഫ് സ്റ്റെപ്പ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ W2 is equal to half into rise into thread divided by thread into 25. ഓക്കെ, അത് സ്റ്റെപ്പിൻ്റെ വേസ്റ്റ് സ്ലാബ് കഴിഞ്ഞു, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പായി. ഇനി സ്റ്റെപ്പിൻ്റെ മുകളിൽ വരുന്ന ത്രെഡ് ഫിനിഷ്
സ്റ്റെപ്പിന് മുകളിൽ നമ്മളൊരു ത്രെഡിന് മുകളിൽ കൊടുക്കുന്ന ഫിനിഷിൻ്റെ സെൽഫ് വെയ്റ്റ് ആൻഡ് ദ വാല്യൂ usually taken between 0.5 kilonewton per meter square to 1 kilonewton per meter square. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് W3 എന്ന വെയിറ്റിനെ കൊണ്ടാണ്. ഇനി W4 ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സ്റ്റെപ്പിൻ്റെ സൈഡിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ ബി കൺസിഡറിങ് ദാറ്റ് വെയിറ്റ് as W4. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഡെഡ് ലോഡ്സിൽ വരുന്നത്. ഓക്കെ, 4 ഡെഡ് ലോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ വേസ്റ്റ് സ്ലാബിൻ്റെ സെൽഫ് വെയ്റ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ സെൽഫ് വെയ്റ്റ്, തേർഡ് വൺ ഈസ് ത്രെഡ് ഫിനിഷിൻ്റെ സെൽഫ് വെയ്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് സെൽഫ് വെയ്റ്റ് ഓഫ് ഹാൻഡ് റെയിൽ. അങ്ങനെ 4 ഡെഡ് ലോഡുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ദെൻ കമ്മിങ് ടു ദ കേസ് ഓഫ് ലൈവ് ലോഡ്, യൂഷ്വലി വാല്യൂ ഈസ് ടേക്കൺ as 5 kilonewton per meter square for both flight and landing. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്തിട്ട് തന്നെ പോകാം. ഡിസൈൻ എ ഡോഗ്ലെഗ് സ്റ്റെയർ ഫോർ ആൻ ഓഫീസ് ബിൽഡിംഗ് ഇൻ എ റൂം measuring 2.8 meter by 5.8 meter. That's a clear dimension. The vertical distance between the floor is 3.6 meter. Width of the flight is to be 1.25 meter. Allow a load of 3 kilonewton per meter square. Sketch the details of reinforcement. Use M20 grade concrete and Fe415 steel. Assume the stair is supported on to 30 mm wall at the end of the outer edge of landing slab. Okay. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഡോഗ്ലെഗ് സ്റ്റെയർ ആണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫോർ ആൻ ഓഫീസ് ബിൽഡിംഗ്. ഓക്കെ, ഒരു പബ്ലിക് ബിൽഡിംഗ് ആണ്. ദെൻ ആ സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്ത റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2.8 meter by 5.8 meter ആണ്. ആൻഡ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ, ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലോട്ടുള്ള വെർട്ടിക്കൽ ആക്സസിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3.6 meter ആണ്. ദെൻ വിഡ്ത്ത് ഓഫ് ദ ഫ്ലൈറ്റ് ആണ് 1.25 meter ആയിട്ട് തന്നിരിക്കുന്നത്. ദെൻ ലൈവ് ലോഡ് വന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ഇറ്റ്സ് ഗിവൺ as 3 kilonewton per meter square. ദെൻ M20 ഗ്രേഡ് ആണ്. Fe415 സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റെയറിന് സപ്പോർട്ട് ചെയ്യുന്ന വാളിൻ്റെ ഔട്ടർ സപ്പോർട്ട് വരുന്ന വാളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 230 mm ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ യു ക്യാൻ ഡിസൈൻ എ സ്റ്റെയർ. യൂഷ്വലി സ്റ്റെപ്പ് 1 ഗിവൺ ഡീറ്റെയിൽസ് ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ തന്നെ ഫില്ല് ചെയ്തു. ദെൻ സ്റ്റെപ്പ് 2 നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്. നമുക്കറിയാം ഒരു ഫ്ലോർ നിന്ന് മറ്റൊരു ഫ്ലോറിലോട്ടുള്ള ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.6 meter എന്ന്. അപ്പോൾ ഒരു ഫ്ലൈറ്റ്, നമുക്ക് 2 ഫ്ലൈറ്റ് ഉണ്ടെന്നുള്ള അസംഷനിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലോട്ട് നമ്മൾ 2 ഫ്ലൈറ്റ് ഉണ്ടെന്ന്, സ്റ്റെപ്സ് മുഴുവൻ 2 സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ 2 ഫ്ലൈറ്റിന് വരുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഫ്ലോർ ഡിസ്റ്റൻസിനെ പകുതി എടുത്താൽ പോരെ. അപ്പോൾ ദാറ്റ് ഈസ് ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 ആൻഡ് യു വിൽ ഗെറ്റ് ഹൈറ്റ് ഓഫ് 1 ഫ്ലൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഓഫ് 1 ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 1.8 meter ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് റൈസ്. ഈ ഒരു ഒരു ഫ്ലൈറ്റ്, അതായത് 1.8 meterൽ വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് തീരും, അവിടെ ഒരു ലാൻഡിങ് ഉണ്ടാവും. ദെൻ അഗെയിൻ 1.8 meterൽ നിന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് തുടങ്ങി നമ്മുടെ 3.6 meterലെ ഫ്ലൈറ്റ് വന്ന് എത്തിച്ചേരും. അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് റൈസ് ഉണ്ട്, ത്രെഡ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂഷ്വലി റൈസറും ത്രെഡും അസ്യൂം ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ റൈസർ 150 mm, ത്രെഡ് 300 mm ആണ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എത്ര നമ്പർ ഓഫ് റൈസ് ഉണ്ട്, ത്രെഡ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, സോ ടോട്ടൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം അല്ലേ. ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡിങ്ങിൽ വന്നു, ദെൻ അഗെയിൻ അടുത്ത ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ലാൻഡിങ്ങിലോട്ട് പോയി. അപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ മൊത്തം ഹൈറ്റിനെ ഒരു റൈസറിൻ്റെ ഹൈറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര നമ്പർ ഓഫ് റൈസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1.8 meter ഹൈറ്റുള്ള ഒരു ഫ്ലൈറ്റിന് ഹൈറ്റിൽ ദാറ്റ് ഈസ് 1.8 meter ഹൈറ്റുള്ളൊരു ഫ്ലൈറ്റ്, അതിൽ 150 mm ഹൈറ്റുള്ള ഒരു റൈസർ പ്രൊവൈഡ് ചെയ്താൽ എത്ര റൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യണം? ഹൈറ്റ് ഓഫ് ദ ഫ്ലൈറ്റ് ഡിവൈഡഡ് ബൈ ദ റൈസർ, ദാറ്റ് വിൽ ഗിവ് യു 12 number ഓഫ് റൈസ്. ഇപ്പോൾ 12 റൈസ് വേണമെങ്കിൽ അതിൽ എത്ര ത്രെഡ് വേണം? 1 കുറവായിരിക്കില്ലേ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റൈസ് മൈനസ് 1, ദാറ്റ് ഈസ് 11. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ ഒരു റൈസർ എങ്ങനെയാണ്, അതിൽ നിന്ന് എങ്ങനെ നമ്പർ ഓഫ് റൈസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് റൈസ് മൈനസ് 1 വിൽ ഗിവ് യു ദ നമ്പർ ഓഫ് ത്രെഡ്. ഈ ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ ഫിഗർ ഒന്ന് നോക്കുക. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എത്ര ഫ്ലൈറ്റ് ഉണ്ട്, ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്, എത്ര റൈസ് ഉണ്ട്, ത്രെഡ് ഉണ്ട്, നമ്പേഴ്സ് ഓഫ് റൈസ് ആൻഡ് ത്രെഡ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ജോമെട്രിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലാൻഡിങ്ങിൻ്റെ ഫ്ലൈറ്റിൻ്റെയും കാര്യങ്ങളാണ്. ഓക്കെ, ലാൻഡിങ്ങിൻ്റെ ലെങ്ത്ത് ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ദ ലെങ്ത്ത്
കാരണം ഈ ഫിഗറിൽ കാണുന്ന ഓരോ കാര്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഇസ് ലാൻഡിങ് വിഡ്ത്ത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ലാൻഡിങ് വിഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് സ്റ്റെപ്പ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫ്ലൈറ്റ്, ഇതെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലാൻഡിങ് വിഡ്ത്ത് ഓഫ് സ്റ്റെപ്പ്, വിഡ്ത്ത് ഓഫ് സ്റ്റെയർ കേസ്, ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ്. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് ഗിവൺ ആസ് 1.25 മീറ്റർ. ഇപ്പോൾ ടോട്ടൽ റൂമിൻ്റെ ഡയമെൻഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 5.8 മീറ്റർ ആൻഡ് 2.8 മീറ്റർ അല്ലേ? ക്ലിയർ ഡയമെൻഷൻസ് ആണ് തന്നിരിക്കുന്നത്. 5.8 മീറ്ററും 2.8 മീറ്ററും. അപ്പോൾ വിഡ്ത്തിൽ 2.8 മീറ്ററിൽ രണ്ട് സൈഡിലെയും ഫ്ലൈറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1.25 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പിൽ ആ ഗ്യാപ്പ് എത്രയാണ്? 2.8 minus 2 twice 1.25, that will give you ഫ്രീ സ്പേസ്. ഓക്കെ, ആ ഫ്രീ സ്പേസ് എത്രയാണെന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ 5.8 മീറ്ററിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ലാൻഡിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്, പിന്നെ ഒരു ലെങ്ത്ത് ഓഫ് ഫ്ലൈറ്റ് വരുന്നുണ്ട്, എഗെയിൻ ഒരു ലാൻഡിങ് ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കാം. ദെൻ ലെങ്ത്ത് ഓഫ് ഫ്ലൈറ്റിൻ്റെ ലെങ്ത്ത് ആണ്. നമുക്ക് ഈ ഒരു മുന്നത്തെ ഫിഗറിലോട്ട് നോക്കാം. ഇവിടെ ഫ്ലൈറ്റ് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 11 നമ്പർ ഓഫ് ത്രെഡുള്ള ഈ ഒരു ഫിഗർ അല്ലേ? അപ്പോൾ 11 ത്രെഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഫ്ലൈറ്റിൻ്റെ ലെങ്ത്ത് കിട്ടും അല്ലേ? ഒന്നുകൂടെ പറയാം, ഫ്ലൈറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ്ലൈറ്റ് ഇസ് ആക്ച്വലി ദ സം ഓഫ് റൈസ് ആൻഡ് ത്രെഡ് അല്ലേ? റൈസ് എത്രയുണ്ട്? റൈസും ത്രെഡും കൂടെ കൂടുന്നതാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ കാണാം, ഫിഗറിൽ നോക്കിയാൽ എന്താണ്? ജസ്റ്റ് ആ 11 നമ്പർ ഓഫ് ത്രെഡ് ആഡ് ചെയ്താൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? നമ്പർ ഓഫ് ത്രെഡ് ഇൻറ്റു ത്രെഡ് ഡയമെൻഷൻ, ദാറ്റ് ഇസ് 11 ഇൻറ്റു 300 mm, 3.3 മീറ്റർ കിട്ടും. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ലെങ്ത്ത് കിട്ടി. ഇനി രണ്ട് സൈഡിൽ നിന്നുണ്ട് ലാൻഡിങ് ഉണ്ട്. അപ്പോൾ ആ ഫിഗറിൽ അഗെയിൻ നോക്കാം. ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ലാൻഡിങ് എങ്ങനെ കണ്ടുപിടിക്കുക? 5.8 മീറ്റർ മൈനസ് ലെങ്ത്ത് ഓഫ് ദ ഫ്ലൈറ്റ്, നമുക്ക് എന്ത് കിട്ടും? രണ്ട് ലാൻഡിങ് ലെങ്ത്ത് കിട്ടും. അതിനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ആവും? ലാൻഡിങ് ലെങ്ത്ത് കിട്ടും അല്ലേ? So the calculation of landing length it's given by clear length of the room minus the length of flight divided by 2. അടുത്തത് ലാൻഡിങ്ങിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ലാൻഡിങ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫ്ലൈറ്റ് ഓർ വിഡ്ത്ത് ഓഫ് സ്റ്റെയർ എല്ലാം സെയിം തന്നെയാണ്. വാല്യൂ ഇസ് ഗിവൺ ആസ് 1.25 മീറ്റർ. ദെൻ ഇൻ ബിറ്റ്വീൻ വരുന്ന ക്ലിയർ സ്പേസ് അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. വിഡ്ത്തിൽ നിന്ന് ട്വൈസ് ലാൻഡിങ് വിഡ്ത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഫ്രീ സ്പേസ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 0.3 മീറ്റർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇതേ ഡയമെൻഷൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഫിഗറിൽ. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ലാൻഡിങ് ആസ് 1.25 മീറ്റർ. ദെൻ ലെങ്ത് ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 3.3 മീറ്റർ. ലെങ്ത് ഓഫ് ലാൻഡിങ് അഗെയിൻ 1.25 മീറ്റർ. ഇനി വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്ത് 1.25 മീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഫ്രീ സ്പേസ് അല്ലേ 0.3 മീറ്റർ. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഫിഗർ ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ അടുത്തത് ഇഫക്റ്റീവ് സ്പാൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇഫക്റ്റീവ് സ്പാൻ മീൻസ് ഇറ്റ്സ് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാൾ. ഈ രണ്ട് വാൾ കാണിച്ചിട്ടുണ്ട്. രണ്ട് വാളുകളുടെ ഇടയിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുക? ഇഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിൽ നിന്ന് തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും. ആ ക്ലിയർ ഡയമെൻഷൻ ഓഫ് ദ റൂം പ്ലസ് ഹാഫ് ദ വാൾ തിക്നെസ് ആണ് എന്ത്? എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് അല്ലേ? ദാറ്റ് ഈസ് ട്വൈസ് ലാൻഡിങ് ലെങ്ത് പ്ലസ് ലെങ്ത് ഓഫ് ഫ്ലൈറ്റ് ആണ് ഒരു റൂമിൻ്റെ ക്ലിയർ ഡയമെൻഷൻ വരുന്നത്, പ്ലസ് 2 ടൈംസ് ഹാഫ് ദ സപ്പോർട്ട് വിഡ്ത്ത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6.03 മീറ്ററിന് കിട്ടും. ഓക്കെ, ദാറ്റ്സ് എഫക്റ്റീവ് സ്പാൻ. അടുത്തത് വേസ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ് നമ്മൾ യൂഷ്വലി സ്ലാബ് തിക്നെസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ കണ്ടുപിടിക്കുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 250 mm. ഓക്കെ, ദെൻ we are assuming in a cover of 30 mm, so you will get the total thickness of waste slab as 280 mm. 250 plus 30 അല്ലേ? 250 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കുക, 30 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കവർ. സോ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ തിക്നെസ് ഓഫ് വേസ്റ്റ് സ്ലാബ് T ആസ് 280 mm. ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ ഡയമെൻഷൻസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേസ്റ്റ് സ്ലാബിലെ തിക്നെസ് മുതൽ ഓരോ കാര്യം, നമ്പർ ഓഫ് റൈസ് എത്രയാണ്, ത്രെഡാണ്, അതാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്പർ 6 വരെ നമ്മൾ ആക്ച്വലി ചെയ്തത്. ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ഡയമെൻഷൻസും കണ്ടുപിടിച്ചു. എഫക്റ്റീവ് സ്പാൻ, ലാൻഡിങ് ലെങ്ത്, ലാൻഡിങ് വിഡ്ത്ത്, അങ്ങനെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തെന്താണ്? സാധാരണ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ഡയമെൻഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ലോഡിൻ്റെ കാൽക്കുലേഷനാണ് അല്ലേ? ഇപ്പോൾ ലോഡ് ഞാൻ പറഞ്ഞിരുന്നു. ഓരോ ലോഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലൈറ്റിൽ വരുന്ന ഡെഡ് ലോഡുകൾ ഏതൊക്കെയാണ്? ഒന്നെന്താണ്? വേസ്റ്റ് സ്ലാബിൻ്റെ സെൽഫ് വെയ്റ്റ് ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്. റൈസ് 150, ത്രെഡ് 300,
ദെൻ തിക്നെസ് ഓഫ് വേസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 280 mm ആണ്. ദെൻ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ സൾഫേറ്റ് ഓഫ് വേസ്റ്റ് സ്ലാബ് 7.82 kilonewton per meter square. ദറ്റ്സ് W1. ഇനി അതിനെ നമുക്ക് kilonewton per meter square kilonewton per meterലോട്ടാക്കാൻ 1 മീറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സ്ലാബല്ലേ. അടുത്തത് സ്റ്റെപ്പിൻ്റെ സൾഫേറ്റാണ് W2 എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ഉണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൈസും ത്രെഡ് നമുക്കറിയാവുന്നതാണ്. സോ വിൽ ഗെറ്റ് W2 as 1.875 kilonewton per meter. അടുത്തത് ത്രെഡ് ഫിനിഷ്. ത്രെഡ് ഫിനിഷിൻ്റെ വാല്യൂ യൂഷ്വലി 1 kilonewton per meter എടുക്കുക. ആൻഡ് W3 is 1 kilonewton per meter. ഓക്കെ, ഹാൻഡ് റെയിലിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ആ 3 ലോഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അടുത്തത് ഇതുപോലെ തന്നെ ഡെഡ് ലോഡ് ലാൻഡിങ്ങിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും പ്രോബ്ലം ചെയ്യാൻ എളുപ്പം. അതുപോലെ തന്നെ ലാൻഡിങ്ങിലോട്ട് വരുമ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യേണ്ടത് ലാൻഡിങ് സ്ലാബിൻ്റെ വെയിറ്റ്, പിന്നെ അവിടെ വരുന്ന ഫ്ലോർ ഫിനിഷ് അല്ലേ. അപ്പോൾ ലാൻഡിങ് സ്ലാബിൻ്റെ വെയിറ്റ് എത്രയാണ്? സാധാരണ സ്ലാബിൻ്റെ സൾഫേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? റോ ബി ഡി അല്ലേ. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 7 kilonewton per meter as W5. ഇനി W6 എന്ന് പറയുന്നത് സ്ലാബിൻ്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ ലാൻഡിങ് സ്ലാബിൻ്റെ മുകളിൽ വരുന്ന ഫ്ലോർ ഫിനിഷിൻ്റെ സൾഫേറ്റ് ആൻഡ് ദറ്റ് വാല്യൂ ഈസ് 1 kilonewton per meter. ഇതിൽ ടോട്ടൽ ലൈവ് ലോഡ് എന്ന് പറയുന്നത് 3 kilonewton per meter square എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ടു മീറ്റർ. kilonewton per meterലോട്ടാക്കുമ്പോൾ 3 kilonewton per meter. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഫ്ലൈറ്റിൽ മാത്രം കൺസിഡർ ചെയ്യുക. ഫ്ലൈറ്റിലോട്ട് വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. ഓക്കെ, ഫ്ലൈറ്റിൻ്റെ ഡെഡ് ലോഡ് ഏതൊക്കെയാണ്? W1, W2 ആൻഡ് W3 ലൈവ് ലോഡും കൂടെ ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ ലോഡ് ഓൺ ഫ്ലൈറ്റ് ആസ് 13.695. ഓക്കെ, ഫ്ലൈറ്റിലോട്ട് വരുന്ന ഡെഡ് ലോഡുകളായിരുന്നു 1, 2 ആൻഡ് 3 അല്ലേ. ഏതൊക്കെയാണ്? ഫ്ലൈറ്റിൻ്റെ, അതായത് വേസ്റ്റ് സ്ലാബിൻ്റെ തിക്നെസ്സും സ്റ്റെപ്പിൻ്റെ ഫിനിഷിൻ്റെ, പിന്നെ അതിലൂടെ ലൈവ് ലോഡും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡ് ഓൺ ഫ്ലൈറ്റ് കിട്ടും. ദെൻ അൾട്ടിമേറ്റ് ലോഡാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഫാക്ടർ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ അൾട്ടിമേറ്റ് ലോഡ് ഓൺ ഫ്ലൈറ്റ് ആസ് 20.543 kilonewton per meter. ദെൻ ടോട്ടൽ ലോഡ് ഓൺ ലാൻഡിങ്. ഇതിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെയാണ് വിളിച്ചത്. ഇതുപോലെ തന്നെ ലാൻഡിങ്ങിലോട്ട് വരുമ്പോൾ ലാൻഡിങ് സ്ലാബിൻ്റെയും അതിൻ്റെ ത്രെഡ് ഫിനിഷിൻ്റെയും കൂടെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് W5 പ്ലസ് W6 ആണ് അവിടുത്തെ ഡെഡ് ലോഡ്. അഗെയിൻ പ്ലസ് ലൈവ് ലോഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 11 kilonewton per meter. അൾട്ടിമേറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഫാക്ടർ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 16.5 kilonewton per meter. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ലോഡുകളെല്ലാം കൂടെ എങ്ങനെയാണെന്നൊന്നും ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടെ. W1, W2, W3 അത്രയാണ് ഫ്ലൈറ്റിൽ വരുന്നത് ഡെഡ് ലോഡുകൾ. അതുണ്ട്, അവിടെ മാർക്ക് ചെയ്തു. ആൻഡ് അൾട്ടിമേറ്റ് ലോഡാക്കി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ 20.543. സിമിലർലി ലാൻഡിങ്ങിലോട്ട് വരുന്ന 16.5 അൾട്ടിമേറ്റ്. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അതായത് ഈ എൻ്റെ ഒരു ബീമിൻ്റെ എങ്ങനെ വരുന്നതെന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. ദാറ്റ് ഈസ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ അതേ അവസ്ഥ. UDLകൾ അല്ലേ. നോക്കി കറക്റ്റ് അല്ലേ? ഡയമെൻഷൻസും ലോഡും എടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഒരു 3.3 മീറ്റർ, ജസ്റ്റ് അതിൻ്റെ ഡയമെൻഷൻ ശ്രദ്ധിക്കുക. 3.3 മീറ്റർ, 1.365 മീറ്റർ രണ്ട് സൈഡിൽ. എന്താണ് ഈ 3.3 എന്ന് പറയുന്നത്? ലാൻഡിങ് പാർട്ടല്ല, സോറി ഫ്ലൈറ്റിൻ്റെ പാർട്ട്. ഫ്ലൈറ്റാണ് 3.3 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അവിടെ വരുന്ന അൾട്ടിമേറ്റ് ലോഡ് നമ്മൾ കണ്ടുപിടിച്ച് 20.54 kilonewton per meter. സിമിലർലി ഐദർ സൈഡിൽ വരുന്ന 1.365 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് സ്പാൻ ടു ഒരു എന്താ പറയുക ലാൻഡിങ്ങിൻ്റെ അത്രയും പാർട്ടാണ്. ആ ഒരു ലാൻഡിങ് പാർട്ടുകളാണ് എഫക്റ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് 1.365. അവിടെ വരുന്ന ലോഡ് എത്രയാണ്? അൾട്ടിമേറ്റ് ലോഡ് 16.5 kilonewton per meter. അപ്പോൾ ഇതിൽ നമ്മൾ യൂഷ്വലി ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ സാധാരണ ഈ ഒരു ബീമിന് സോൾവ് ചെയ്തിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ ഇതിനെ കൺസിഡർ ചെയ്യാം. അതിൽ ലോഡിന് 3 സെറ്റ് ഓഫ് UDL വരുന്നുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. RA+RBയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. 56 എങ്ങനെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്യാറ്? സാധാരണ ഒരു ബീം സോൾവ് ചെയ്യുന്ന പോലെ തന്നെ റിസൾട്ടൻറ്റ് ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RA കിട്ടും 56.413 kilonewton. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ സിമെട്രിക്കൽ ആയതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻ സെയിം ആണ്. ഇനി സെൻറ്ററിലോട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക. ഐ തിങ്ക് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ എങ്ങനെ മൊമെൻറ്റ് എടുക്കുക എന്നുള്ളതല്ലേ. ഇപ്പോൾ എക്സ് സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ RA ഇൻറ്റു ദാറ്റ് മച്ച് ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് 1.365 പ്ലസ് 3.3/2 മൈനസ് അടുത്ത ലോഡ് ഏതാ 16.5. ഡയറക്ഷൻ റിവേഴ്സ് ആണ്. RA മുകളിലോട്ടാണെങ്കിൽ 16.5 താഴോട്ടാണ്. സോ റിവേഴ്സ് ഡയറക്ഷൻ എടുക്കുക. മൈനസ് 16.5 ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? UDL ആയതുകൊണ്ട് അതിനെ പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തു. 16.5 ഇൻറ്റു 1.365.
ഓക്കെ, അപ്പോൾ അത് പോയിന്റ് ലോഡായി. ഇനി അതിൻ്റെ സെൻട്രലായിരിക്കും തന്നെ നമ്മൾ റിസൾട്ടിൻ്റെ പോയിന്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സെൻട്രിൽ നിന്ന് ദാറ്റ് ഇസ് 1.365 സെൻറ്റർ തൊട്ടിട്ട് 3.3 സെൻറ്റർ വരെയാണ് ആ ഒരു ലിവറം ഡിസ്റ്റൻസ് ആയിട്ട് വരിക അല്ലേ. ദെൻ നെക്സ്റ്റ് ലോഡ് അത് 20.54, അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻ എഫക്റ്റ് അത് 3.3 ആക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ സെക്ഷൻ XX വരെ മാത്രം മതി. സോ അതിന് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 20.54 × 3.3/2 ചെയ്താൽ പോയിന്റ് ലോഡായി. ഇനി അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ മൊമെൻറ്റ് ആസ് 89.273 kN/m. അതാണ് അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ലിമിറ്റിംഗ് മൊമെൻറ്റ് യൂഷ്വലി കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക. MU ആൻഡ് MU ലിമിറ്റിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് MU is less than MU ലിമിറ്റ് ആൻഡ് ദ സെക്ഷൻ ഇസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് സേഫ് സെക്ഷൻ. ദെൻ AST കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്താണ്. MUൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാ വാല്യൂസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AST അൺനോൺ ആയിട്ട് കീപ്പ് ചെയ്യുക, സ്പേസിങ് ചെക്ക് ചെയ്യുക. സോ ഹിയർ വി ആർ അസ്യൂമിങ് 12 mm diameter bars. ദെൻ സ്പേസിങ് എങ്ങനെ കണ്ടുപിടിക്കുക, 1000 സ്മോൾ AST ബൈ ക്യാപിറ്റൽ AST ചെയ്ത സ്പേസിങ് അറൗണ്ട് 100 mm കിട്ടും. അടുത്തെന്താ യൂഷ്വലി ചെയ്യുന്ന പോലെ സ്പേസിങ്ങിൻ്റെ ചെക്കാണ് 3D 300 mm ആൻഡ് ദ കാൽക്കുലേറ്റഡ് സ്പേസിങ്ങിൻ്റെ മിനിമം വാല്യൂ. ഓക്കെ, സോ ഇറ്റ്സ് 100 mm. സോ എന്ത് ചെയ്യുക, AST പ്രൊവൈഡർ കൂടി കണ്ടുപിടിക്കുക. പ്രൊവൈഡ് 12 mm bars at 100 mm സ്പേസിങ്. ഇതിപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മിനിമം AST റിക്വയർഡ് വെച്ച് കണ്ടുപിടിക്കുക. മിനിമം AST എത്രയാണ്, 12% ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ അല്ലേ. സോ AST റിക്വയർഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് ഗിവൺ ബൈ 0.12/100 × B/D. അവിടെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആയതുകൊണ്ട് 8 mm ബാർസ് പ്രൊവൈഡ് ചെയ്താൽ മതി. സ്പേസിങ് കണ്ടുപിടിക്കുക യൂഷ്വലി ചെയ്ത പോലെ തന്നെ. സ്പേസിങ് വിൽ ഗെറ്റ് 140 mm. അടുത്ത എഗെയിൻ സ്പേസിങ്ങിൻ്റെ ചെക്കും AST പ്രൊവൈഡഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ച് കൺക്ലൂഡ് ചെയ്യുക. ദാറ്റ് ഇസ് പ്രൊവൈഡ് 8 mm ബാർസ് അറ്റ് 140 mm സ്പേസിങ് ആസ് യുവർ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, ഇനി ഒരു ഡിഫ്ലക്ഷൻ ചെക്ക് കൂടിയുണ്ട് നമ്മൾ ചെയ്യുന്ന. L effective/D ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 into ദാറ്റ്. ഈ ഒരു സെറ്റ് ഓഫ് ചെക്ക് കൂടി ചെയ്യുക. എഫ് എസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഗ്രാഫിക്കൽ K1 K2 K3 ഒക്കെ കണ്ടുപിടിക്കാം. ആൻഡ് K1ൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കുക, ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക. ആൻഡ് ദ ഡിഫ്ലക്ഷൻ ചെക്ക് സാറ്റിസ്ഫൈഡ് ഹിയർ. അടുത്ത ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് വരയ്ക്കുമ്പോൾ കറക്റ്റ് നമ്പർ ഓഫ് റൈസും ത്രെഡും ആദ്യം വരയ്ക്കുക. ദെൻ രണ്ട് സൈഡിൽ ലാൻഡിങ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യുക, ബോട്ടത്തിൽ വേസ്റ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യുക. വേസ്റ്റ് സ്ലാബിൽ ലെങ്ത് വൈസിൽ കാണുന്നതാണ് എന്ത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 12 mm ബാർസ് അറ്റ് 100 mm സ്പേസിങ്. ഇനി ആ യെല്ലോ കളറിൽ കാണുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആണ് 8 mm ബാർസ് അറ്റ് 140 mm സ്പേസിങ് എന്ന് പറയുന്നത്. പിന്നെ റൈസ് ത്രെഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാർക്ക് ചെയ്യുക. ദെൻ വാൾ സപ്പോർട്ട്, ഓക്കെ, ഓൾ ദോസ് തിങ്സ് എല്ലാം മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാണ് സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ. This you can do as your homework. Design a staircase for the following data. Clear dimension of the room തന്നിട്ടുണ്ട്. Width, M20 grade, all those things are given. Do as your homework. Okay, thank you.